നിന്നിലലിയ രചന ആഷ്ലി. അവതരണം സാലിം കരുള. ഒരലർച്ചയോടെ തന്റെ പാനിന്റെ ബാക്ക് പോക്കറ്റിൽ നിന്നും സെക്കൻഡ് പിസ്റ്റൾ എടുത്ത് എബിക്ക് നേരെ വെടി ഉയർത്തി ആൽഫി. ഒന്നിനു പുറകെ രണ്ടെണ്ണം. ആൽഫി പെട്ടെന്നുള്ള ഡോക്ടറെ വിളി കേട്ടവൻ ഞെട്ടി നോക്കി. നീ അവന്റെ മടിയിൽ നിന്ന് തലപ്പൊക്കി ചാടി എഴുന്നേറ്റു. ഡോക്ടറെ കടന്നും അവിടെ ഭിത്തിയിൽ ചാരിയിരുന്ന ലിയോൺ തൻ്റെ അടുത്ത് നിലത്തിരുന്ന് മുട്ടിന്മേൽ തല വെച്ചിരുന്ന ശിവയെ പിടിച്ചു. ചുവന്ന് കലങ്ങിയ മിഴികളോടെ അവൻ തലപൊക്കി നോക്കി. ശിവ, ഡോക്ടർ വെളി വന്നടാ. പതിഞ്ഞ ശബ്ദത്തിൽ ലിയോൺ പറഞ്ഞതും അത് കേട്ടവൻ അങ്ങോട്ടേക്ക് നോക്കി വെപ്രാളത്തോടെ എഴുന്നേറ്റു. ഡോക്ടർ അനു? ഇടർച്ചയോടെ ആൽവി ചോദിച്ചു. ഓപ്പറേഷൻ കഴിഞ്ഞു, ബുള്ളറ്റ് റിമൂവ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അയാളൊന്ന് നിർത്തിയതും ഡോക്ടർ തന്നെ നോക്കിയവരുടെ കണ്ണുകളിൽ ഭയമേറി. ഇന്റേണൽ ബ്ലീഡിംഗ് ഉണ്ട്, അതും സെവിയറായിട്ട്. ഹാർട്ടിന് താഴെയായിട്ടാണ് വെടിയേറ്റത്. ബ്ലഡ് വെസൽസിന്റെ പോയിൽ കാര്യമായ ബ്ലാങ്ക് ഉണ്ടായിട്ടുണ്ട്. സോ ഒരു 48 വയസ്സ് കഴിയാതെ നമുക്കൊന്നും പറയാൻ പറ്റില്ല ആൽഫി. ഷീസ് ഇൻ ക്രിട്ടിക്കൽ. ജസ്റ്റ് പ്രേ. അത്രേ ഇപ്പോൾ പറയാൻ പറ്റും. സോറി. ആൽഫിയുടെ തോളിൽ തട്ടി അത്രയും പറഞ്ഞ് ഡോക്ടർ തിരികെ കയറിപ്പോയതും ഡോക്ടർ പറഞ്ഞൊന്നും വിശ്വസിക്കാനാവാതെ തകർന്ന മനസ്സോടെ നിന്നുപോയി ആൽഫി. അനു? വിറക്കുന്ന ചുണ്ടുകളോടെ പറയുന്നതിനൊപ്പം പൊട്ടിക്കരഞ്ഞ നീയ. തനിക്ക് വേണ്ടിയാണ്, തൻ്റെ കുഞ്ഞിനെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് സ്വന്തം ഉയരവൾ പണയം വെച്ചത്. ഇച്ചായ, ഞാൻ കാരണം ഞാനൊന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഞാനല്ലേ നമ്മുടെ കുഞ്ഞിനെ ഒറ്റക്കാക്കി. അതുകൊണ്ടല്ലേ അനു അവളങ്ങനെ ചെയ്ത്. എന്റെ തെറ്റായ. ആൽഫിയുടെ ഷർട്ടിൽ പിടിച്ച് അലറിക്കരഞ്ഞ് നീയ പറഞ്ഞതും അവൻ അവളെ വലിച്ച് തന്റെ നെഞ്ചിലേക്ക് ഇട്ടു. ചുണ്ടുകൾ മടക്കി പിടിച്ചു നിന്നവൻ ഉള്ളിൽ അലറിക്കരയുകയായിരുന്നു തന്റെ കൂടപ്പിറപ്പിനെ ഓർത്ത്. ആ സമയം അവിടുന്ന് വേച്ച് ശിവ പയ്യൻ നടന്നു. കാലുകൾ തളരുന്നതും നെഞ്ച് അലമുറയിട്ട് കരയുന്നതും അവൻ അറിയുന്നുണ്ട്. കണ്ണുനീർ മൂടി കാഴ്ചയെ മങ്ങിച്ചതും അവിടെ നിലത്തേക്ക് ഊർന്നിരുന്നു അവൻ. വിറക്കുന്ന തന്റെ കൈകളിലും തന്റെ നെഞ്ചിലുമായി പറ്റിപ്പിടിച്ചേക്കുന്ന പ്രിയപ്പെട്ട രക്തം ഒന്ന് നോക്കി. ശിവേട്ടാ, എനിക്കൊരു കാര്യം പറയണം. കൈകളിൽ പൊതിഞ്ഞു പിടിച്ച് കിടത്തിയിരുന്നവൾ നിറകണ്ണുകളുടെ ശ്വാസം എടുത്ത് പറഞ്ഞതും ഒന്നും മിണ്ടാതടി. ഒന്നുമില്ല, നീ സംസാരിക്കാതെ പെണ്ണെ, നമ്മളിപ്പോ എത്തും. അവളിറകെ പിടിച്ചുകൊണ്ട് വിറയിലൂടെ ശിവ പറഞ്ഞു. ഇല്ല ശിവേട്ട, ഇപ്പൊ പറഞ്ഞില്ലേ ഇനി പറയാൻ പറ്റില്ലെന്ന് തോന്നുന്ന വല്ലാത്ത വേദന. അനു ഇല്ലടി. ശിവയുടെ തൊണ്ടടി. സോറി ശിവേട്ട, ഞാൻ നല്ലൊരു കാമുകിയായിരുന്നില്ല. ഞാൻ തെറ്റ് ചെയ്തു. സോറി ചേട്ടാ, ഇഷ്ടം കൊണ്ട് അറിയാതെ ചെയ്തതാ, പറ്റിപ്പോയി. എന്നോട് പോർക്കണം. നിരമിഴികളോടെ അവന്റെ ഷർട്ടിന്റെ വിരലുകൾ കൊണ്ട് പിടിമുറുക്കി അവൾ പറഞ്ഞതും എന്താണ് ഈ പറയുന്ന പെണ്ണെ? ഒന്നുമില്ലടി നിനക്ക്. ഒന്നും വരാൻ ഞാൻ സമ്മതിക്കുവോ? എൻ്റെ അല്ലേ, എൻ്റെ കാന്താരിയല്ലടി. പൊട്ടി വന്ന കരച്ചിലുള്ള അവളുടെ മുഖത്ത് തൊട്ട് നെറ്റിയിൽ മുത്തി ശിവ പറഞ്ഞതും കണ്ണുകൾ അടഞ്ഞു പോയവളുടെ ചുണ്ടിൽ ചിരി പിന്നി. അവനെ മുറുകെ പിടിച്ച് അവളുടെ കൈകളായി അവനിൽ നിന്നും പിടിവിട്ട് അവൾ താഴേക്ക് വീണു. ശിവയുടെ അലർച്ച വീണ്ടും അവന്റെ കാതിൽ മുഴങ്ങി കേട്ടു. ഡാ. ആൽഫി വന്നവന്റെ തോളിൽ തൊട്ടതും ശിവ അവനെ നോക്കി. ഒന്നുമില്ലടാ ആൽഫി, അവൾ ചുമ്മാ എന്നെയും നിന്നെയൊക്കെ ഒന്ന് പേടിപ്പിക്കാനാ. നമുക്കറിയില്ല അവളെ. ഞാനെനിക്ക് പറയാറില്ലേ, കാണ്ടാമൃഗത്തിനെ തൊലിക്കെട്ടി അവൾക്കെന്ന്. അവള് വരും എൻ്റെ അടുത്ത്, എന്നെ ഇറിറ്റേറ്റ് ചെയ്യാൻ. അതല്ലേ അവളുടെ ഇഷ്ടം. അപ്പൊ അങ്ങനെ നിട്ടേച്ച് പോവില്ല നീ. അവള് വരും. കണ്ണുകൾ നിറഞ്ഞൊടുക്കിക്കൊണ്ടിരിക്കുമ്പോഴും ചിരിയോടെ പറയുന്നവനെ കണ്ട് ചങ്ക് തകർന്നു പോയി ആൽഫിയുടെ. അടുത്ത നിമിഷം അവനെ പൂണ്ടകം കെട്ടിപ്പിടിച്ചു. അവനെ ചേർത്ത് പിടിക്കലിൽ ഉറക്ക വാവിട്ട് കരഞ്ഞു ശിവ. രാത്രി വൈകി വീട്ടിലെത്തിയ സൂസി ടാക്സിയിൽ നിന്നിറങ്ങി വീടിനുള്ളിലേക്ക് നടക്കുമ്പോൾ അവിടെ ഉള്ളിൽ നിശ്ചലമായിരുന്നു. കുര്യന് കൊടുക്കാനുള്ള പണം തിരികെ കൊടുക്കാനായി കാറടക്കമുള്ളതെല്ലാം വിറ്റുപെറുക്കി. പക്ഷെ അതുകൊണ്ടൊന്നും തികഞ്ഞില്ല. ഒടുവിലൊരു മാറുവാടിക്ക് തന്റെ ശരീരവും വിറ്റു. അയാൾ തന്ന പൈസയുമായിട്ടുള്ള വരവാണിത്. മുൻവാതിൽ തുറന്ന് അകത്തേക്ക് കയറിയതും ഹാളിൽ കണ്ട കാഴ്ചയിൽ നെടുങ്ങിപ്പോയി സൂസി. നടുമുറിയിൽ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ക്രിസ്റ്റീന, അതിനരികിൽ നിലത്ത് ചാരിയിരിക്കുന്നു ജെസ്സി. ജെസ്സി, എന്താ ഇത്? ആരെ ക്രിസ്റ്റീനെ? സൂസിയോട് ജെസ്സിക്കരികെ ചെന്നവനെ കുളിക്ക് വിളിച്ച് ചോദിച്ചതും ഞാനാ കൊന്നേ. ചാലമറ്റ് കിടക്കുന്ന ക്രിസ്റ്റീനയുടെ ശരീരം നോക്കി ഭാവഭേദം ഏതുമില്ലാതെ ജെസ്സി പറഞ്ഞതും സൂസി ഞെട്ടിപ്പോയി. ജെസ്സി! വിറയിലോടെ സൂസി വിളിച്ചതും ജെസ്സി അവളെ നോക്കി. എന്റെ പോളച്ചായ മരിച്ചു സൂസി, അറിഞ്ഞോ നീ അത്?
ഇന്ന് രാവിലെ അങ്ങ് നൈറ്റീസിൽ ഫ്ലാറ്റിൽ തൂങ്ങി മരിച്ചു. കാരണം കടായിരുന്നു. ബിസിനസ് തകർന്നപ്പോ പിടിച്ചു നിൽക്കാനല്ലേ അവിടെ പോയി കച്ചവടം നടത്തി കിട്ടുന്നതെല്ലാം നുള്ളിപ്പെറുക്കി എൻ്റെ അക്കൗണ്ടിലിട്ടിരുന്നു. ആ പണം ഈ കിടക്കുന്ന എൻ്റെ മകളെടുത്ത് ആൽഫിയുടെ കടം തീർക്കാൻ കൊടുത്ത് എന്നോട് പോലൊന്നും പറയാതെ അധ്വാനിച്ചുണ്ടാക്കിയ കാശ് പോയത് അറിഞ്ഞപ്പോ നിൽക്കാളില്ലാതെ അങ്ങനെ പോയി. എല്ലാവരോടൊരു മെസ്സേജ് അയച്ച് പറഞ്ഞിട്ട് അത് കണ്ട് ഞാൻ ചോദിച്ചപ്പോ ഇവള് പറയാ ചത്തുപോയില്ലേ, ഇനി ഇവരുടെ കാര്യം പറഞ്ഞിട്ട് എന്തിനാണെന്ന്. ഈ പിഴച്ചവള് സ്വന്തം തന്തയെ പറ്റി പറഞ്ഞതാ എന്നോട്. ക്രിസ്റ്റീനക്ക് നേരെ കൈ ചൂണ്ടി ജെസ്സി കയറി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഇവളെപ്പോലൊരു മകള് പിന്നെ ഇനി എന്തിനാ സൂസി ജീവനോട് ഇരിക്കുന്നത്? ജനിപ്പിച്ച അപ്പനെയും അമ്മയോട് പോലും ഒരു തരി സ്നേഹവും ദയില്ലാത്ത ഇവളൊന്നും ഇനി ഭൂമുഖത്ത് എന്തിനാടി? അതാ അവൾക്ക് ജന്മം കൊടുത്ത് എൻ്റെ കൈ കൊണ്ട് തന്നെ ഞാൻ അവളെ തീർത്ത് വെട്ടി. ഞാൻ എൻ്റെ കൈ കഴുക്കും വരെ വെട്ടി കൊന്നു ഞാൻ. ചിരിച്ചും കരഞ്ഞും മാറി മാറി മുഖം മാറ്റി പറഞ്ഞുകൊണ്ടേയിരുന്നു ജെസ്സി. അത് കണ്ട് നടുക്കത്തോടെ അവിടേക്ക് ഇരുന്ന് പോയി സൂസി. ഒരു പകൽ അവസാനിക്കാറാകുമ്പോഴും ഐസുവിന് മുന്നിൽ അനുവിൻ്റെ ജീവന് വേണ്ടി പ്രാർത്ഥിച്ച് അവൾക്ക് പ്രിയപ്പെട്ടവരെല്ലാം ഉണ്ടായിരുന്നു. എബി പാപ്പ, സാറമ്മ, രാധമ്മ, വിനു, നിത്യ, കാർത്തിക, അങ്ങനെ എല്ലാവരും. പിന്നെ ഒന്നും അറിയാതെ അവരെ ചേരിലിരിക്കുന്ന വിനുവിൻ്റെ കൈകളിലേക്ക് ഇടുന്ന് മയങ്ങിക്കൊണ്ട് കുഞ്ഞിപ്പെണ്ണും വല്ലാതെ പേടിച്ചിരുന്നു മോളും. ഇത്രയും നേരം ഐസുവിൽ ഒബ്സർവേഷനിലായിരുന്നു കുഞ്ഞ്. വിനുവും നിത്യവുമായിരുന്നു അവൾക്കരികെ. കുഞ്ഞിപ്പെണ്ണോടൊന്നതും നീയെയും ആൽഫയെയും കാണാതെ കരഞ്ഞു. പിന്നെ അവളെയും കൊണ്ടുവന്ന് നീയുടെ കയ്യിൽ കൊടുത്തു. കുഞ്ഞിന് പാല് കൊടുത്ത് തുറക്കിയ ശേഷം വീണ്ടും വിനു എടുത്ത് പിടിച്ചവളെ. മാമന്റെ കൈയുടെ ചൂടേറ്റ് മയങ്ങുകയാണ് ആ കുഞ്ഞു മാലാക. പെട്ടെന്ന് ഐസിയുവിന് മുന്നിലെ റെഡ് കളർ കത്തിജ്വലിച്ചു. എമർജൻസി അലേർട്ടാണത്. ഉടനെ ഡോക്ടർമാർ പാഞ്ഞുള്ളിലേക്ക് കയറി. ആൽഫീനിയെയും ഇരുന്ന് ചാടി എഴുന്നേറ്റ് ഐസിയു ഡോറ് മുന്നിൽ ചേർന്ന് നിന്നു. ശിവയും അവനെ നെഞ്ച് വല്ലാതെ മിടിക്കാൻ തുടങ്ങി. എന്തോ ആപത്ത് സംഭവിക്കാൻ പോകും പോലെ. പെട്ടെന്ന് ഡോക്ടർ ഉള്ളിൽ നിന്ന് ഇറങ്ങി വന്നതും അയാളെ പൊതിഞ്ഞു എല്ലാവരും കൂടെ. അയാൾ വിഷമത്തോടെ എല്ലാവരെയും നോക്കി. സോറി ആൽഫി, അനുവിൻ്റെ നില ഗുരുതരായി. മരുന്നുകളോടൊന്നും റെസ്പോണ്ട് ചെയ്യുന്നില്ല. ഇങ്ങനെ തുറന്നാൽ ശരിയാവില്ല. സോ അനുവിന് ഉടനെ തന്നെ വെന്റിലേറ്ററിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. ഡോക്ടറുടെ വാക്കുകൾ ഒരു ഞെട്ടലോടെ അവിടെയുള്ള ഓരോരുത്തരും കേട്ടു നിന്നു. വെന്റിലേറ്ററിലേക്കോ ഷിഫ്റ്റ് ചെയ്യാനോ? നോ, അത് നടക്കില്ല. വെന്റിലേറ്ററിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവളെ ഞങ്ങൾക്ക് പഴയതുപോലെ തിരിച്ച് കിട്ടുമോ? ഇല്ല. കണ്ണു നിറച്ച് ഡോക്ടറോട് അത് ചോദിക്കുമ്പോൾ ആൽഫിയുടെ ശബ്ദം വെട്ടിപ്പോയിരുന്നു. അയാളുടെ മുഖം കുരിഞ്ഞു. ഈ അവസ്ഥയിൽ നമുക്ക് വേറെ മാർഗമില്ല ആൽഫി. കുറച്ചു നേരം കൂടി ജീവൻ നിലനിർത്താം. പയ്യെ ഡോക്ടർ പറഞ്ഞു നിർത്തിയതും എനിക്ക് കാണണം അവളെ. ശിവയുടെ ഇടറിയ ശബ്ദം അവിടെയിരുന്നു. എല്ലാവരുടെയും കണ്ണുകൾ അവരിലേക്ക് പാഞ്ഞു. വിങ്ങി നിറഞ്ഞ തൂവിയ കണ്ണുകളുമായി ഐസിയുവിന്റെ ഡോറിന് മുന്നിലേക്ക് നോക്കുവാണ് ശിവ. നോ, സോറി, നിങ്ങളിപ്പോൾ അകത്തേക്ക് വിടാൻ പറ്റില്ല. ഡോക്ടർ അവനെ തടയാനായി ചെന്നതും ആൽഫിയുടെ കരം അയാളുടെ തോളിൽ പതിഞ്ഞു. ഡോക്ടർ പ്ലീസ്, അവനൊന്ന് കയറിക്കോട്ടെ. അപേക്ഷ പോലുള്ള ആൽഫിയുടെ ശബ്ദം എതിർക്കാൻ അയാൾക്ക് തോന്നിയില്ല. ഒപ്പം മുന്നിൽ നിന്ന ശിവയുടെ അവസ്ഥയും അവന്റെ ആ മുഖം കണ്ടാൽ ആർക്കും പറയാത്തന്നെ അറിയാം ഉള്ളിൽ മരണത്തോട് മല്ലിട്ട് കിടക്കുന്ന ആ പെൺകുട്ടി അവൻ ആരാണെന്ന്. മെഷീനുകളുടെ ബീപ്പ് ശബ്ദങ്ങൾ മാത്രം ഉച്ചത്തിൽ കേൾക്കുന്ന ആ മുറിയിലേക്ക് വേച്ച് കയറി ചെന്ന് ശിവ കണ്ണുകൾ തേടിച്ചെന്നതുപോലെ ബെഡിൽ ഒരുപാട് വയറുകൾക്ക് നടുവിൽ കിടക്കുന്നവളെ കണ്ടു. ഒന്നേ നോക്കിയുള്ളൂ. ചങ്ക് പറഞ്ഞ് തന്റെ രക്തം കിരിഞ്ഞത് അവൻ അറിഞ്ഞു. നിറഞ്ഞൊഴുകിയ കണ്ണുനീർ ഇട്ടിരുന്ന ഹോസ്പിറ്റൽ ഗൗണിന്റെ കയ്യിൽ തൂത്തു. പതിയെ നടന്നു ചെന്ന് കണ്ണുകളടച്ച് ഉറങ്ങിക്കിടക്കും പോലെ കിടക്കുന്നവളിലേക്ക് മുഖം അടുപ്പിച്ചു. ചട്ടമ്പി, ചിലമ്പിച്ചു പോയ ശബ്ദത്തിൽ അവൻ വിളിച്ചു. എന്റെ കിടപ്പടിയത് ഞാൻ വേദനിപ്പിച്ചതിന് പകരം എന്നൊന്ന് വേദനിപ്പിക്കാൻ ചെയ്തതാണോ ഇത്? എങ്കിൽ മതിയാക്കിക്കോ. ഒത്തിരി വേദനിക്കുന്നു പെണ്ണെ. പറ്റുന്നില്ലടി നിന്റെ ശിവയുണ്ട്. നീ എപ്പോഴും പറയാറില്ലേ എന്റെ നെഞ്ച് കല്ലാതെ അവിടേക്ക് നോവുന്നു പെണ്ണെ. അവരൊന്ന് ഏങ്ങി വലിച്ച് വീണ്ടും കണ്ണുകൾ പുറകിയാൽ തൂത്തു. നിനക്കറിയോ, ഇപ്പൊ പുറത്തു വന്ന് ഡോക്ടർ പറയാ നീ പോകാതെ നിൽക്കുവാന്ന്. നീ ഇനി രക്ഷപ്പെടില്ലെന്ന്. അയാൾക്ക് എന്തറിയാ അല്ലടി? നീ ആരാ? എന്റെ ചട്ടമ്പിയല്ലേ? ആര് പറഞ്ഞാലും കേൾക്കാത്ത, ആരെയും അനുസരിക്കാത്ത, സ്വന്തം ഇഷ്ടത്തിന് എല്ലാവരെയും വെറുപ്പിച്ച് നടക്കുന്ന കുരുപ്പല്ലടി. നീയാണോ ഇവര് പറയും പോലെയൊക്കെ ആവുന്നത്? ഒന്നുമില്ല, നിന്റെ ശിവേട്ടനെ അറിയെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ തോൽവി സമ്മതിക്കുന്നവളല്ല കുരിശുപറ്റത്തെ ആഹാനായ ബ്രാഹ്മന്ന്. നീ ആഗ്രഹിച്ചത് നേടിയെടുക്കാൻ ഏതറ്റം വരെയും പോകുന്നവളല്ല നീ. നീ എന്നെ പോകുവോടി.
ഇടറി ചോദിച്ചുകൊണ്ട് ബെഡിൽ കിടക്കുന്നവളുടെ വലത് കൈ ചേർത്ത് മുറുകെ പിടിച്ച് ശിവ. എൻ്റെ അല്ലായിരുന്നു പെണ്ണെ നീ. നിന്നോട് വഴക്കിടുന്നതും ദേഷ്യപ്പെടുന്നതും കൈവീശുന്നു പൊട്ടിക്കുന്നതൊക്കെ ഞാൻ എൻ്റെ എന്ന അധികാരത്തിലാണ് കോപ്പി. അന്ന് അത്രയും ദേഷ്യപ്പെടുന്നത് കൊണ്ടല്ലേ നിന്നെ വേണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ ഒന്ന് പറഞ്ഞ നീ എൻ്റെ അല്ലതാവുമോ? ആകൂടി. ഏകിപ്പോയവൻ അവളുടെ കയ്യിൽ മുഖം പൊട്ടിച്ച് പൊട്ടിക്കരഞ്ഞു. സാർ പ്ലീസ്, പേഷ്യൻ്റ് ഡിസ്റ്റർബ് ആകും, പ്ലീസ് ഒന്ന് പുറത്തേക്ക് നിൽക്കണം. അടുത്തത് നേഴ്സ് അവനെ തട്ടി പിടിച്ചതും അവൻ തലയാട്ടി. ശിവേട്ട പുറത്തുണ്ട് കേട്ടോ. നിന്നെ ചേട്ടായും പപ്പയും നീയും നമ്മുടെ കുഞ്ഞിപ്പിണ്ണ എല്ലാവരും ഉണ്ട്. കാത്തിരിക്കുവാ ഞങ്ങൾ. പെട്ടെന്ന് എണീറ്റു വാടി. അവളുടെ കൈകളെ വിടാതെ പെണ്ണിനെ നെറ്റിയിലൊന്ന് മുത്തി പിന്തിരിഞ്ഞ് പോകാൻ തുടങ്ങിയതും ശിവയുടെ കൈകളിലൊരു മുറുക്കം. ഞെട്ടിപ്പോയവൻ തിരിഞ്ഞു നോക്കിയതും അവനെ 2 വിരലുകളെ മുറുകെ പിടിച്ചിരിക്കുവാണ് അവൻ്റെ പെണ്ണ്. അനുമോളെ. അവളുടെ നിറകയിൽ തലോട് ശിവ വിളിച്ചതും ഹാർട്ടിന്റെ വേരിയേഷൻ വെച്ചിരിക്കുന്ന മെഷീൻ ഉയർന്ന് ബീപ്പ് ശബ്ദം ഉയർന്നു. ഇത് കണ്ട് ഞെട്ടിയ നേഴ്സുമാരിൽ ഒരാൾ ഡോക്ടറെ വിളിക്കാൻ വേഗം പുറത്തേക്ക് ഇറങ്ങി. അനു പെണ്ണെ, ഒന്ന് നോക്കടി, ഞാനാ നിന്റെ ശിവേട്ടാടി, ഒന്ന് നോക്കടി. ചങ്ക പൊട്ടും പോലെ ശിവ പിടിച്ചു. 2 നിമിഷങ്ങളുടെ വ്യത്യാസം. അടഞ്ഞു കിടന്ന അനുവിന്റെ മിഴികൾ ചലിച്ചു. ആയാസപ്പെട്ട ആ നിറമിഴികൾ അവൾ വേച്ച് പയ്യെ തുറന്നു. അനു. കരഞ്ഞ് ചിരിച്ചു പോയവൻ ഭംഗിയെ കാഴ്ച പോലെ അവളും കണ്ടു തന്റെ പ്രിയപ്പെട്ടവന്. മുഖത്ത് വെച്ചിരിക്കുന്ന മാസ്കിലൂടെ ആയാസപ്പെട്ടെന്തോ പറയാനായി അവളുടെ ചുണ്ടുകൾ ചലിച്ചു.